നമസ്കാരം. ആയൂർ ടു ഓയൂർ ന്യൂസിലേക്ക് സ്വാഗതം. കല്ലമ്പലം മേഖലയിൽ കാറ്റിലും മഴയിലും വൻ നാശനഷ്ടം. ഇന്ന് ഉച്ചയോടെ വീശിയടിച്ച അതിശക്തമായ കാറ്റിൽ പ്രദേശത്ത് വ്യാപകമായി മരങ്ങൾ കടപുഴകി വീഴുകയും വീടുകളുടെ മേൽക്കൂരകൾ തകരുകയും ചെയ്തു. വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ ചില്ലുകൾ തകരുകയും വൈദ്യുതി പോസ്റ്റുകൾ നിലംപതിക്കുകയും പ്രദേശത്തുകൂടിയുള്ള കേബിൾ കണക്ഷനുകൾ ഉൾപ്പെടെ മുഴുവൻ സംവിധാനങ്ങൾ തകരാറിലാവുകയും ചെയ്തു. വൈദ്യുതി ലൈനുകളും കേബിൾ ലൈനുകളും ഉൾപ്പെടെ ലൈനുകൾ മുഴുവൻ പൊട്ടി വീണ് റോഡിലും വഴികളിലും കിടക്കുന്ന അവസ്ഥയാണെന്നും യാത്രക്കാരും അതുപോലെ കാൽനട യാത്രക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായി അത് ശ്രദ്ധിക്കണമെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ഭീമാകാരമായ പരസ്യ ബോർഡുകൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരുന്ന ബോർഡുകൾ ഉൾപ്പെടെ നിലം പരിശായ അവസ്ഥയാണ് നിലവിലുള്ളത്. കല്ലമ്പലം ടൗൺ മേഖലയിലും പുല്ലൂർമുക്ക് മേഖലയിലുമാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായതായി കണക്കാക്കപ്പെടുന്നത്. നാശനഷ്ടത്തിൻ്റെ പൂർണ്ണമായ കണക്കുകൾ വൈകുന്നേരത്തോടുകൂടി മാത്രമേ ലഭിക്കൂ എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിൽ മഴ പെയ്യുകയാണെന്നും മഴയോടൊപ്പം തന്നെ വലിയ രീതിയിൽ കാറ്റ് അടിച്ചു വീശുകയാണെന്നും ജനങ്ങൾ മുഴുവൻ ജാഗ്രത പാലിക്കണമെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ശക്തമായ മഴയിലും കാറ്റിലും വൈദ്യുതി ലൈനുകൾ പൊട്ടിവീഴുകയോ കേബിളുകൾ തകരാറിലായി പൊട്ടിവീഴുകയോ ഇലക്ട്രിക് പോസ്റ്റുകൾ മറിയുകയോ ചെയ്യുന്നത് കണ്ടാൽ ബന്ധപ്പെട്ടവരെ അടിയന്തരമായി വിവരമറിയിക്കണമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നാട്ടുകാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ മഴയും കാറ്റും ഉള്ളപ്പോൾ വാഹനങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് തന്നെ പാർക്ക് ചെയ്യണമെന്നും കഴിവതും വീടിൻ്റെ കാർ പോർച്ചിൽ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യണമെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചു. കടൽ കരയിലേക്ക് കയറി വരുന്നത് പോലെ വലിയ ശബ്ദത്തോടു കൂടിയിട്ടാണ് ഈ കാറ്റ് വന്നതെന്നും വീട്ടിലുള്ളവർ പുറത്തിറങ്ങാൻ പോലും പേടിച്ചിരുന്നതായും നാട്ടുകാർ പറഞ്ഞു. ആയൂർ ടു ഓയൂർ ന്യൂസ്, കല്ലമ്പലം പുല്ലൂർമുക്ക്.